ഗായ്സ്, എല്ലാവർക്കും ഫിദൂസ് വ്ലോഗിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും, അല്ലാതെയും നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ വലിയ പെരുന്നാളാണ്. അപ്പോൾ വലിയ പെരുന്നാളനുബന്ധിച്ച് എൻ്റെ വക എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇനി കുറച്ച് പണികളിലൂടെയും പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാം. അങ്ങനെ ബിരിയാണി റൈസൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന പോലെ തക്കാളി, വലിയ ഉള്ളി, ചിക്കൻ പൊരിക്കൽ, ബിരിയാണി ഉണ്ടാക്കൽ, മസാല ഉണ്ടാകും, പല പല തിരക്കുകളായിട്ടും ഒക്കെ അലങ്കോലമായിട്ട് ഇരിക്കും അടുക്കള. പക്ഷെ കഴിക്കാൻ നേരത്തോ വയറ് നല്ല സ്വാദായിട്ട് നിറയും. അപ്പോൾ അങ്ങനത്തെ ടേസ്റ്റിലാണ് എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയൊക്കെ വക ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ എന്തായാലും എണ്ണയിൽ കടന്ന് പൊരിയട്ടെ. ഹലോ ഗൈസ്, ഞാൻ നൈസായിട്ടൊരു ചിക്കൻ ചില്ലിൻ്റെ പീസ് എടുത്തിട്ട് കഴിക്കാം. സോഫ്റ്റ് ചിക്കൻ ചില്ലി, ചൂട് ഇത് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ പ്ലോട്ടിങ് പോകാം. അപ്പോൾ നമുക്ക് ചെറിയൊരു പെരുന്നാൾ ഗെറ്റ് റെഡി വിത്ത് മീയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഞാൻ എന്തായാലും കുളിച്ച് വന്നിരിക്കില്ല. അപ്പോൾ ആദ്യം നമുക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ഇവിടെ എടുക്കുന്നത് മാമായത്തിൻ്റെ മോയ്സ്ചറൈസറാണ്, കാണുന്നുണ്ടോ? അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ആയിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പോൾ എന്തായാലും ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കട്ടെ. കുറച്ച് മതി, കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് എന്തായാലും ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സെക്കൻഡ് നമ്മൾ ഹെവി മേക്കപ്പ് ഒന്നുമല്ല കേട്ടോ, ചെറിയൊരു മേക്കപ്പാണ്. അപ്പോൾ അതാണ് ഞാൻ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ നല്ലപോലെ ഈ വെയിറ്റ് കൊണ്ട് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ. അപ്പോൾ ഞാൻ കുറച്ച് പൗഡർ എടുത്തിട്ടുണ്ട്, ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. അതിന് മുന്നേറ്റ് ഞാൻ ഇട്ട് കൊടുക്കട്ടെ. മുടിയൊക്കെ റെഡി ആയിക്കോട്ടെ. ലാസ്റ്റ് നമുക്കൊന്ന് തട്ടി കൊടുക്കാം. ഒന്നിങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ മെഹന്തി ഇടാത്തേ, മൈലാഞ്ചി ഒന്നും ഇടാത്തേന്ന്. അപ്പോൾ കണ്ട, ഞാൻ മൈലാഞ്ചി ഇട്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും പെരുന്നാളിനൊക്കെ തലേ ദിവസം മൈലാഞ്ചി ഇട്ടുണ്ടാവും. ഞാൻ ഇട്ടിട്ടില്ല. 4-5 ദിവസം കഴിഞ്ഞാൽ എൻ്റെ മാമൻ്റെ കല്യാണമാണ്. അപ്പോൾ ഇപ്പോൾ ഇടുകയാണെങ്കിൽ ചിലപ്പോൾ അത് കളറ് പോകും, അല്ലെങ്കിൽ പിന്നെ മുഴുവനായിട്ട് ചിലപ്പോൾ ഇങ്ങനെ തൊലിയായിട്ട് ഇങ്ങനെ അതിനെ പോയിട്ടുണ്ടാവും. അതിന് മുകളിലിടുമ്പോൾ വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അതിനായി ഞാൻ ഇട്ടിട്ടില്ല. അങ്ങനെ ഞാൻ ഇപ്പോൾ പൗഡർ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് കാണാൻ പോകുന്നത് ഐലൈനർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും മിററിൽ നോക്കിയിട്ട് ഐലൈനർ എഴുതിയിട്ട് വരാം. അപ്പോൾ ഞാൻ ഐലൈനർ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ലിപ് ബാമും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്ര ഞാൻ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഹെവി ആയിട്ടൊന്നും മേക്കപ്പ് ലുക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ലുക്കായിട്ട് ഞാൻ വരുന്നതായിരിക്കും. 4-5 ദിവസം ഇങ്ങനെ എൻ്റെ മാമൻ്റെ കല്യാണമാണല്ലോ. അപ്പോൾ ഞാൻ നന്നായിട്ട് മേക്കപ്പ് ലുക്ക് ചെയ്യുന്നതും ഹെവി മേക്കപ്പ് ലുക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മാമൻ്റെ കല്യാണമല്ലേ, തിളങ്ങണ്ടേ? അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. അപ്പോൾ നമുക്ക് എന്തായാലും ലിപ് ബാം ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. 1 മിനിറ്റ്. അപ്പോൾ ഇതാണ് എൻ്റെ വലിയ പെരുന്നാൾ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് എൻ്റെ വലിയ പെരുന്നാളിനുള്ള
സാധാരണ ഇടൂലേ നമ്മൾ സാധാരണ ഇടുന്ന ഡ്രസ്സ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് അല്ലാതെ നിങ്ങളെ കാണിച്ചിട്ടാണ്. കാരണം ഇങ്ങനത്തെ ഒരു കളർ ഷെയ്ഡിനും കളറ് പലാസ പാൻറ്റാണ്. അപ്പോൾ പലാസ പാൻറ്റാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ആടിച്ചാടിയിട്ടും പാടിയിട്ടും ഓടിയിട്ടുമൊക്കെ നടക്കാം. മറ്റേ പാൻറ്റാകുമ്പോൾ നമ്മൾ കാലിന് കിട്ടുമ്പോഴത്തേന് കയറല് നല്ല സുഖമാട്ടോ പലാസ തന്നെ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം നിങ്ങളെൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടല്ലോ. ഇപ്പോൾ നീ ഭക്ഷണം കഴിക്കണം. ഏറ്റൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ കാണാം. അങ്ങനെ നമ്മുടെ ബിരിയാണി ദമ്മിട്ടിട്ടുണ്ട്. ഇപ്പോൾ ദമ്മിടാന്ന് തന്നെയല്ലേ പറയുക? ദമ്മിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് നേരം വയ്ക്കാം. അങ്ങനെ ദമ്മൊക്കെ തുറക്കുകയാണ്. കുറച്ച് 2 മണിക്കൂറൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ തുറക്കുകയാണ്. അപ്പോൾ തുറക്കുകയാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. എന്താ തുറക്കാത്തത്? റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ അതിൻ്റെ മുകൾ വശത്ത് ഇങ്ങനെ കുറച്ച് നെയ്യിലൊക്കെ ആക്കിയ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി അങ്ങനെയൊക്കെ പാടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുകളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതൊന്ന് കുറച്ചായിട്ട് പ്ലേറ്റിലൂടെ വിളമ്പണമല്ലോ. അങ്ങനെ വിളമ്പി. പിന്നെ ട്വിസ്റ്റ് എന്താ വെച്ചാൽ ഞങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നത്. എൻ്റെ മാമനും എൻ്റെ അമ്മയും പപ്പയും എൻ്റെ ഉപ്പയും ഉമ്മയും ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വലിയ പെരുന്നാളിനുള്ള ചെറിയൊരു ഒരുക്കം. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചിക്കൻ ഫ്രൈ, 7 Up, ചിക്കൻ ബിരിയാണി, മുന്തിരിങ്ങ അങ്ങനെ പല സംഭവം ഉണ്ടാകും. അപ്പോൾ ഇതാണ് എൻ്റെ ചോറ്. ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ നിങ്ങൾക്കും കൂടി തരണ്ടേ? നിങ്ങൾക്ക് തരാതെ ഞാൻ ഒറ്റ കഴിക്കുന്നത് മോശമാണല്ലോ. അപ്പോൾ ഞാനെന്താട്ടി നമ്മുടെ ചിക്കനില്ലേ, ബിരിയാണിയിലിട്ട ചിക്കനും ഫ്രൈ ചെയ്ത ചിക്കൻ ഒരു രക്ഷയുണ്ടാകുന്നില്ല. ജ്യൂസി ടൈപ്പിലായിരുന്നു കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. നമ്മളത് കഴിക്കുമ്പോൾ അങ്ങനെ വെള്ളം പോലെ ജ്യൂസി ആയിട്ട് നിന്നായിരുന്നത്. പിന്നെ തൈരും ഒക്കെ പാടെ കൂട്ടി മിക്സാക്കി വായിലോട്ടേക്ക് വെക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.